5 ബ്രാൻഡിൽ വരുന്ന WPC ബോർഡുകൾ, 5ഉം സെയിം ഡെൻസിറ്റിയിൽ വരുന്ന 5 WPC ബോർഡുകൾ നമ്മൾ സ്ക്രൂ ഹോൾഡിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓരോ കമ്പനികളും അവകാശപ്പെടുന്നത് അവർക്ക് നന്നായിട്ട് സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ട് എന്നാണ്. എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച സ്ക്രൂ ഹോൾഡിംഗ് ഉള്ള മാർക്കറ്റിൽ അത്യാവശ്യം ലീഡ് ചെയ്യുന്ന 5 കമ്പനികളുടെ WPC ബോർഡുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആദ്യം നമ്മൾ ഇതിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഡിമാക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. തോംസന്റെ WPC ബോർഡുകൾ, അതായത് 0.7+ ഡെൻസിറ്റി വരുന്ന ഡിമാക്ക്, തോംസൺ, ഷെയിൽവുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ WPC ബോർഡ്, പവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ WPC ബോർഡാണ്. എല്ലാം 0.7 3 ലെയർ WPC ബോർഡുകളാണ്. ഇത് ഡെൻവുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 0.7 ഡെൻസിറ്റി വരുന്ന WPC ബോർഡാണ്. പിന്നെ ഈ ഒരു ഷെയിൽവുഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോർഡിന് 3 ലെയർ WPC ബോർഡുകൾ വരുന്നില്ല, സിംഗിൾ ലെയർ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് തന്നെ യൂസ് ചെയ്യുന്നത്. സോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരേ കളറിൽ കാണാൻ സാധിക്കും. 3 ലെയർ WPC ബോർഡുകൾ ആയതുകൊണ്ടാണത്. ഇത് സിംഗിൾ ലെയർ WPC ബോർഡാണ്. സോ നമ്മൾ ഇതിനെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ്ലി ഇനീഷ്യലി തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഡിമാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ WPC ബോർഡാണ്. സോ ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഈ സ്ക്രൂ മൾട്ടിപ്പിൾ ടൈം നമ്മൾ സ്ക്രൂ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ബോർഡിൽ സ്ക്രൂ വീണ്ടും വീണ്ടും റൊട്ടേറ്റ് ചെയ്യാണോ, അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ. സോ നമ്മൾ ഫസ്റ്റ് സ്ക്രൂ ചെയ്യാണ്. ഇനീഷ്യലി സ്ക്രൂ ചെയ്തപ്പോൾ ടൈറ്റായി. പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും സ്ക്രൂ ചെയ്യാണ്, ഇപ്പോഴും ടൈറ്റായി. എഗെയിൻ ഒന്നുകൂടെ. സോ മൂന്നാമത് നമ്മൾ സ്ക്രൂ ചെയ്ത സമയത്ത് ഡിമാക്കിൻ്റെ WPC ബോർഡിൽ സ്ക്രൂ വീണ്ടും വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂ ചെയ്ത പോയിന്റ് സ്ക്രൂ ഒന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം ഈ ഒരു 3 ലെയർ WPC ബോർഡിൻ്റെ മുകളിൽ ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം സ്ട്രെങ്ത്തിൽ തന്നെ WPC ബോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വണ്ണിൻ്റെ കണ്ടീഷൻ ഇതാണ്. 2-3 പ്രാവശ്യം നമ്മൾ സ്ക്രൂ ചെയ്ത സമയത്ത് സ്ക്രൂ ടൈറ്റായി. രണ്ടാമത് നമ്മൾ അത്യാവശ്യം ബലം കൊടുത്തുകൊണ്ട് സ്ക്രൂ ഒന്ന് വിഡ്രോ ചെയ്യാൻ നോക്കി, അപ്പോഴും അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഡിമാക്കിൻ്റെ കണ്ടീഷൻ ഇതാണ്. സോ നമുക്ക് രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് തോംസൻ്റെ WPC ബോർഡാണ്. 0.7 3 ലെയർ WPC ബോർഡ് തന്നെയാണ്. ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്തു, രണ്ടാമത് സ്ക്രൂ ചെയ്തു, മൂന്നാമത് സ്ക്രൂയിങ്ങിൽ നമ്മുടെ ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ സ്ക്രൂ ചെയ്തിട്ടൊന്ന് വിഡ്രോ ചെയ്ത് നോക്കാം. തോംസൻ്റെ WPC ബോർഡ് കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് ഡിമാക്കിനെ അപേക്ഷിച്ച് കുറവാണെന്നാണ് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്ക്രൂ ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ഒരു WPC ബോർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. നമുക്ക് ഡെൻവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ WPC 0.7 തന്നെ 3 ലെയർ WPC നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ഹോൾഡ് ചെയ്തു, മൂന്നാമതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3-4 പ്രാവശ്യം നമ്മൾ സ്ക്രൂ ചെയ്ത സമയത്തും ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ക്രൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് സ്ക്രൂ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനൊന്ന് വിഡ്രോ ചെയ്യാണ്, അത്യാവശ്യം എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന്. നന്നായിട്ട് തന്നെ സ്ക്രൂവിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത്. കാരണം ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ചെയ്ത സ്ക്രൂ പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് രണ്ടാമത് നന്നായിട്ട് നമ്മൾ ബലം കൊടുത്തപ്പം മാക്സിമം ഈ സ്ക്രൂവിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോർഡ് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്ത സമയത്തും മൾട്ടിപ്പിൾ ടൈം നമ്മൾ സ്ക്രൂ ചെയ്തപ്പോഴും നമുക്കിത് നന്നായിട്ട് സ്ക്രൂ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു ഡെൻവുഡിൻ്റെ WPC ബോർഡാണ്. അതേപോലെ തന്നെ ഡെൻവുഡിൻ്റെ WPC ബോർഡുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഡിഫറൻസ്, മറ്റുള്ള WPC ബോർഡുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യത്യാസം, ഈ ഒരു ലെയർ മുകളിലുള്ള ഈ ഒരു വൈറ്റ് ലെയറിൻ്റെ തിക്നെസ് കുറച്ചുകൂടി
നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിക്കുമ്പോൾ തിക്നെസ് ഈ ഒരു ലെയറിൻ്റെത് നന്നായിട്ട് കൂടുതലാണ്. ഡെൻവുഡിൻ്റെ WPC കുറച്ചുകൂടി മുകളിൽ വരുന്ന ലെയറിൻ്റെ തിക്നെസ് കൂടുതലാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. സോ നമ്മൾ മൂന്ന് ബ്രാൻഡുകൾ ചെയ്തു. ഇനി പവർ എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡിൻ്റെ WPCയും ഇതും 0.7+ ഡെൻസിറ്റി വരുന്ന 3 ലെയർ WPC ബോർഡാണ്. ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്തപ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്തു, രണ്ടാമതിൽ തന്നെ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്തപ്പോൾ ഹോൾഡ് ചെയ്തു, രണ്ടാമത്തതിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാണ്. ഇനി നമുക്കിതിനെ സ്ക്രൂ ചെയ്തിട്ട് ഇതൊന്ന് വിഡ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, ഈസി ആയിട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഈ ഒരു ബ്രാൻഡിൻ്റെ ഒന്ന് സിംഗിൾ ടൈമിൽ ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്തപ്പം ഇത് ഹോൾഡ് ചെയ്തു, രണ്ടാമത്തതിൽ ഇതിനെ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വിഡ്രോ ചെയ്തപ്പോഴും അധികം ബലമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ലെയർ തിക്നെസ്സും വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. സോ മൂന്നാമത് ഇതാണ്. പിന്നെ മാർക്കറ്റിൽ നമ്മൾ ഈ ചെയ്തതിൽ ഏറ്റവും പ്രൈസ് കൂടിയതും 3 ലെയർ അല്ലാത്തതുമായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള WPC ആണ് ഷെയിൽവുഡിൻ്റെ WPC ബോർഡുകൾ. സോ ഈ ഒരു ബോർഡ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. 3 ലെയർ അല്ല എങ്കിൽ പോലും നമ്മൾ ഈ ഒരു WPC ബോർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സോ ഷെയിൽവുഡ് റൊട്ടേറ്റ് ആവുന്നുണ്ട്. നമ്മൾ ഇനീഷ്യലി രണ്ടാമത് സ്ക്രൂ ചെയ്തപ്പോൾ തന്നെ ഇത് റൊട്ടേറ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് ഒന്നുകൂടി ഈ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. സോ ഷെയിൽവുഡ് നമ്മൾ ഒരുപാട് ഹോൾഡിങ് എക്സ്പെക്ട് ചെയ്ത ഒരു ബോർഡാണ്. പക്ഷേ നമ്മളെ ഒന്നാമത്തെ സ്ക്രൂ കഴിഞ്ഞ് രണ്ടാമത്തെ സ്ക്രൂയിങ്ങിൽ തന്നെ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്ത് നോക്കാം. സ്ക്രൂ ഒന്ന് വിഡ്രോ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ക്രൂ ചെയ്ത് നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് വിഡ്രോ ചെയ്ത് നോക്കുകയാണ്. സ്ക്രൂ ചെയ്ത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബലം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഷെയിൽവുഡിൻ്റെ WPC. പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ ടൈം സ്ക്രൂ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം തന്നെ. സോ ഇതിൽ നമ്മൾ ഓവറോൾ ഈ ഒരു 5 WPC ബോർഡുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇനി പ്ലൈവുഡുമായിട്ട് ഇവ എങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലൈവുഡിൻ്റെ പീസ് കൂടി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്ലൈവുഡിൽ എങ്ങനെയാണ് സ്ക്രൂ ഹോൾഡിംഗ് ആക്ട് ചെയ്യുന്നത്, സോ പ്ലൈവുഡിന് പകരമായിട്ടാണ് നമ്മൾ ഈ WPC ബോർഡുകളൊക്കെ കൊണ്ടുവരുന്നത്. സോ ഈ പ്ലൈവുഡിൽ എങ്ങനെയാണ് സ്ക്രൂ ആക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്ലൈവുഡിൽ സ്ക്രൂ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ബലം കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മളത്. ഓക്കെ, നമ്മൾ എത്ര പ്രാവശ്യം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് ടൈറ്റായിട്ട് അതേപോലെ നിൽക്കും. സോ എഗെയിൻ ഒന്നുകൂടി സ്ക്രൂ ലൂസ് കറക്കി എഗെയിൻ സ്ക്രൂ ചെയ്യുക അന്തർ. നമ്മൾ എത്ര മൾട്ടിപ്പിൾ പ്രാവശ്യം നമ്മൾ ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാലും ആ സ്ക്രൂ അങ്ങനെ തന്നെ ടൈറ്റ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ടൈറ്റായി നിൽക്കുന്നത് കൊണ്ടാണ് പ്ലൈവുഡ് നമ്മൾ ഈ സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ എല്ലാ WPC ബോർഡുകളും ഒരുപാട് പ്രാവശ്യം നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ക്വാളിറ്റി ഫീൽ ചെയ്തത് ഈ ഡെൻവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ WPC ആണ്. സോ നമ്മൾ മൾട്ടിപ്പിൾ ടൈം സ്ക്രൂ ചെയ്ത് ഇത് സമയത്തും നന്നായിട്ട് സ്ക്രൂ ലോക്ക് ആവുന്നുണ്ട് WPCയുടെ കേസിൽ. പിന്നെ വലിച്ച സമയത്തും നന്നായിട്ട് ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഷെയിൽവുഡിൻ്റെ കേസിൽ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റൊട്ടേറ്റ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ക്രൂ വിഡ്രോ ചെയ്ത് നോക്കുന്ന സമയത്ത് നന്നായിട്ട് ബലം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റി കുറവുള്ളതായിട്ട് ഫീൽ ചെയ്തത് ഈ പവർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 0.7 WPC ആണ്. പിന്നെ ഡിമാക്ക് ആൻഡ് തോംസൺ എന്ന് പറയുന്ന 2 ബ്രാൻഡുകളുടെ WPC ബോർഡുകൾക്കും സിമിലർ ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ് ഫീൽ ചെയ്തത്. ഒരു കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും പ്രൈസ് കൂടിയിട്ടുള്ളത് ഷെയിൽവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ WPC ആണ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് അതിൽ തോംസൺ ആണ്. 3 ഡിമാക്ക്, ഡെൻവുഡ്. ഇത് 3 ഏകദേശം ഡിമാക്ക്, ഡെൻവുഡ്, പവർ 3 ഒരേ പ്രൈസ് റേഞ്ച് വരുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്
ഈ ഒരു ഡെൻവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ WPC ആണ്. നല്ലതായിട്ട് സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് WPCയുടെ കേസിൽ. ഷെയിൽവുഡും നല്ലതാണ് തന്നെ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലാമിനേഷൻ, അതായത് നമുക്ക് ഈ 3 ലെയർ WPC എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഭാഗത്തും ഓൾറെഡി ലാമിനേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബോർഡ് വരുന്നത്. എന്നാൽ ഷെയിൽവുഡിൻ്റെ കേസിൽ ലാമിനേഷൻ നമ്മൾ ബോത്ത് സൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ കോസ്റ്റ് വൈസ് ഏറ്റവും കൂടിയ പ്രൈസ് വരുന്നതും ഷെയിൽവുഡാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ 2 ഭാഗത്തും ലാമിനേറ്റ് ചെയ്യുന്നതും ലാമിനേഷൻ്റെ ലേബറും അതേപോലെ മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് വലിയൊരു എക്സ്പെൻസീവ് മെറ്റീരിയൽ ആവും. ഈ ഒരു കൂട്ടത്തിൽ നമ്മളിപ്പോൾ ചെയ്ത 5 ബ്രാൻഡ്സിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡെൻവുഡ് തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് ഷെയിൽവുഡ് കോസ്റ്റ് വൈസ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇതാണ്, കാരണം നമ്മൾ ഇൻസൈഡ് ലാമിനേറ്റ് ചെയ്യേണ്ട. പിന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി തോംസണേക്കാൾ കുറവാണ്. പ്ലൈവുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊരു വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഏതൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെയാണ് അതിൽ കിട്ടുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ പ്ലൈവുഡ് ഒഴിവാക്കി കംപ്ലീറ്റ്ലി WPC വെച്ചിട്ടാണ് നമ്മൾ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ സൈറ്റിൽ യൂസ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഈ ഒരു 2 പ്രൊഡക്റ്റുകളും നമുക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മോശമാണെന്നല്ല. സോ പവറിനെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഡെൻവുഡും ഡിമാക്കും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണെന്നാണ് പറയുന്നത്. സോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.